കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സർവീസ് വയറിലും കടയിലെ വയറിംഗിലും ചോർച്ചയെന്ന് KSCBയുടെ കണ്ടെത്തൽ. തലേദിവസം പകൽ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ലീക്കുള്ളതായി കണ്ടെത്തിയിരുന്നില്ലെന്ന് KSCB ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയ ശേഷം വിശദമായ റിപ്പോർട്ട് വൈദ്യുതി മന്ത്രിക്ക് കൈമാറും. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് ചേരുകയാണ്. രാഹുൽ, എന്താണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്? അതേപോലെ തന്നെ എപ്പോഴായിരിക്കും റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറുക? ക്രിസ്റ്റീന, സംഭവവുമായി ബന്ധപ്പെട്ട് KSEB ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് അന്വേഷണം നടത്തുന്നത്. പ്രാഥമികമായ അന്വേഷണത്തിൽ രണ്ട് കാര്യങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഇന്നലെ കടയുടമ പറഞ്ഞ പോലെ തന്നെ സർവീസ് വയറിൽ ലീക്ക് ഉണ്ടായിരുന്നു. ശക്തമായ മഴയിൽ സർവീസ് വയറിന് മുകളിലേക്ക് മരച്ചില്ലകൾ വീണതോടെ ഈ സർവീസ് വയർ തകര ഷീറ്റിൽ തട്ടുകയും അതിലൂടെ വൈദ്യുതി പ്രവഹിച്ചു എന്നുമാണ് ഒരു കണ്ടെത്തൽ. മറ്റൊന്ന്, ഈ കടയുടെ അകത്തു നിന്നും പുറത്തേക്ക് ഒരു ബൾബ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ബൾബിനായി ഉപയോഗിച്ച വയറിലും ഷോക്ക് ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ രണ്ട് രീതിയിൽ വൈദ്യുതി പ്രവഹിച്ചതാകാം ഈ കടയുടെ തൂണിലേക്ക് വൈദ്യുതി എത്താൻ കാരണമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പ്രാഥമികമായ അന്വേഷണത്തിലുള്ള കണ്ടെത്തലുകളാണ് ഇത് കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നാണ് KSEB പറയുന്നത്. ഇതിൽ ആദ്യം തന്നെ കടയുടമ ആരോപണമായി രംഗത്തെത്തിയിരുന്നു. ഈ സർവീസ് വയറിന് ഷോക്ക് ഉണ്ടെന്ന്. അതിൽ KSEBയുടെ വിശദീകരണം, തലേദിവസം ഈ സംഭവം നടക്കുന്ന തലേദിവസം അന്വേഷണം നടത്തിയിട്ട് ഇത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ്. ഇതിൽ വിശദമായ അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും ഈ റിപ്പോർട്ട് വൈദ്യുതി മന്ത്രിക്ക് കൈമാറുക. ക്രിസ്റ്റീന, കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ സുരേഷ്.